ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരുപാട് കെട്ടുപായ്ക്കുള്ള വീഡിയോ ഉണ്ടോ. ഈ വീഡിയോ എടുത്ത ടൈമിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ചെറുതായിട്ട് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലുള്ള വീഡിയോസൊക്കെ എനിക്ക് മിസ്സായിട്ടോ. ഇത് മാത്രമല്ല, ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ മിസ്സായത് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടൂല എന്ന് വിചാരിച്ചാണ്ട്, പക്ഷേ കംപ്ലൈൻറ്റ് ആയ ഫോൺ ശരിയാക്കി എടുത്തപ്പോഴത്തേക്കും അതിലുള്ള വീഡിയോസൊക്കെ എനിക്ക് തിരിച്ച് കിട്ടി. ഭയങ്കര സന്തോഷമായിട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു എന്തിന് വെറുതെ കളയണം, ഇതൊരു വീഡിയോ ഒക്കെ ഇട്ടുകൂടെയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണ്. ഈ വീഡിയോസ് കിട്ടിയത് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഒരുപാട് വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഫയലിൽ കയറി കിടന്നതും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് പാത്തൂൻ്റെയും ഷിനാജിൻ്റെയും കല്യാണ വീഡിയോ ആണ്. ഞങ്ങൾ തലേ ദിവസം ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് ഓനെടുത്ത് ഞങ്ങൾ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാത്തൂൻ്റെ വീട്ടിലേക്ക് പോകുന്ന പെണ്ണിനെ കൊല്ലാൻ വേണ്ടി പോകുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഡാൻസും പരിപാടി. അങ്ങനെയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, ബസ്സും ഒരു കാറും അങ്ങനെയൊക്കെയാണോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ കൂട്ടിക്കൊടുന്ന് പിറ്റേ ദിവസമാണോ ഈ ഒരു ഫംഗ്ഷന്, അതായത് രംഗോലിയാണ് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങും കാര്യങ്ങളും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു ഫോണൊക്കെ ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്റ്റോറേജ് ഫുള്ളാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോണിൽ എടുത്തത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ആ വീഡിയോ അങ്ങോട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മിസ്സായതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ രംഗോലി ദിവസം നല്ല അടിപൊളി കളർ തന്നെയാണല്ലോ. നമ്മൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ സിമ്പിൾ വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ തന്നെ അല്ല അത് പറയാൻ വേണ്ടിയിട്ട്, കാരണം ഒരു വർഷം കറക്റ്റ് കഴിഞ്ഞുകൊണു. പിന്നെ നമ്മൾ എല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. രാത്രി ഡാൻസും പരിപാടിയും കാര്യങ്ങളും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിലും ഒരുപാട് വീഡിയോ ഒന്നും ഇല്ല, പക്ഷേ നമ്മൾ ആരുടെ കയ്യിലെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെയുണ്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടോ ഈ ഒരു കല്യാണം അടിപൊളിയായിട്ട് ചെയ്യണം, വീഡിയോ ചെയ്യണം എന്നൊക്കെയുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. വീഡിയോ എടുക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു വീഡിയോ മിസ്സായപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം അത്രക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ ഈ ഒരു കല്യാണത്തിൻ്റെ ഒരു മാസം മുൻപേ എല്ലാം റെഡിയാക്കൽ തുടത്തിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കലും പ്ലാനിങ് ഒക്കെ ഒരു മാസം മുന്നേ തുടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തട്ടിക്കുട്ടി ഞങ്ങൾ ഡാൻസ് പഠിച്ചതാണ്. ബല്ല ബല്ല എന്ന് പറയുന്ന ആ ഒരു ഡാൻസ് ആണോ, പഞ്ചാബി ഹൗസിലെ ആ ഒരു ഡാൻസാണ്. പക്ഷെ പാട്ട് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല, കോപ്പിറൈറ്റ് വരും. അപ്പം അങ്ങനെ തട്ടിക്കൂട്ടി കളിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കല്യാണ ദിവസം സ്റ്റേജിൽ കളിക്കാൻ വേണ്ടിയിട്ട് 1-2 ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. ഇതുപോലെയുള്ള ഡാൻസൊക്കെ തന്നെയായിരുന്നു. ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടിയില്ല. കുട്ടികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡാൻസ് സ്റ്റേജിൽ കളിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ആ ഒരു ടൈമിൽ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പം നമ്മളെ കല്ലെടുത്തെറിയും വിചാരിച്ചിട്ട് ഞങ്ങൾ കളിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളൊരു കസിനെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2-3 സോങ് വെച്ച് ഡാൻസ് കളിച്ചിട്ടോ. സോങ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ നല്ല ഒറ്റയ്ക്ക് കോൺഫിഡൻസ് ആയിട്ട് അടിപൊളിയായിട്ട് വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ട് ഞങ്ങൾ എന്തിനാ പറ്റിയെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ കുട്ടി സബ്സ്ക്രൈബറാണ്, നമ്മുടെ ഫാമിലിയിലെ കുട്ടി സബ്സ്ക്രൈബറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോഴത്തേക്കും പാത്തും ഷിനാജും ക്ഷീണിച്ചകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ഈ കല്യാണ ദിവസം പെണ്ണും ചെറുക്കനും ഫോട്ടോ എടുത്തെടുത്തൊരു വൈക്കായിട്ടുണ്ടാവും. തലേ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഒരുപാട് ഫോട്ടോ എടുത്ത് പിന്നെ ഈ രംഗോലി ഫോട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ വൈക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ബാക്കി ഞങ്ങൾ എടുത്തിട്ടോ. കോമ്പാക്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇയാൾ ഇരിക്കത്തില്ല. പിറ്റേ ദിവസം രാവിലെ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ടത്. വെൽക്കം എന്നൊക്കെ എഴുതി ഷിനാജ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിരി വന്നിട്ടുണ്ടോ. ഒരുപാടുണ്ടായിരുന്നു, ഒക്കെ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്റ്റിക്കറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മോനു, കുഞ്ഞാനു, കുട്ടൂസ്, കൊച്ചു, അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ ചെയ്ത് വെച്ച പണിയാണ്ടത്. പിന്നെ ഞങ്ങളെ വക കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിട്ട് ഈ ഒരു കോസ്റ്റ്യൂം ഇഷ്ടമായോ ഇല്ലേന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനുണ്ട്. അപ്പം നിഷാഖാൻ്റെ സെലക്ഷനാണ്. നിഷാഖ പറഞ്ഞ പോലെയാണ് ഞാൻ ഡ്രസ്സൊക്കെ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിഷാഖക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ നല്ല സെലക്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായില്ലേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനുണ്ടോ. പിന്നെ അതേ പെണ്ണും ചെറുക്കനും പുറത്തുനിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഓല് പുറത്ത് പോയി 1-2 ഫോട്ടോ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഒന്ന് പുറത്തുനിന്ന് എടുത്തിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി ഒന്നങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പെണ്ണിനെ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് നാത്തൂനായി
ഞാനുണ്ടോ പോയിട്ടുണ്ടായിരുന്നത്, ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾ ഓൾറെഡി വണ്ടിയിൽ നിന്നൊന്ന് ഇറക്കിയതാണല്ലോ, പിറ്റേ ദിവസത്തെ ഇറക്കലല്ലേ, അങ്ങനെ ജസ്റ്റ് ഞാൻ പോയി ഒന്ന് ഇറക്കി കൊടുത്തു. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയുണ്ട് വരുന്നത്. കാരണം ഈ ഒരു വീഡിയോയിലുള്ള ഓരോരുത്തരും പല പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ അന്നത്തെ ആൾക്കാരെ അല്ല, ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ, നമുക്കൊന്നും അല്ലെങ്കിലും ചിലവർക്കൊക്കെ ഹൈറ്റിലും വെയിറ്റിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും എനിക്ക് ചിരി വരും. ഒരു വർഷം മുന്നത്തെ വീഡിയോ അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ഒക്കെ എന്തായിരുന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഇതിൽ കാണാനില്ല. പിന്നെ ഓരോരുത്തരെ ക്ഷണിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് സൈനമ്മ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളും കുറച്ച് ഫസ്റ്റ് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ തിരക്ക് അങ്ങോട്ട് ഒഴിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ രംഗോലിക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ. അവളെ മോളാണ്, എൻ്റെ കസിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സെറ്റപ്പിലൊക്കെ ഇരുന്ന് തന്നിട്ടുണ്ടായിരുന്നു വീഡിയോക്ക്. ഇപ്പോഴാണ് അവൾക്ക് ആ വീഡിയോ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് കേട്ടോ. ഇപ്പോൾ അവൾ ഭയങ്കര ഫാനുണ്ട്, എപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. എനിക്കും തിരിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് നല്ല വെള്ളാരം കണ്ണുകളാണ് കേട്ടോ, നല്ല അടിപൊളി കണ്ണുകളാണ്, നമ്മളെന്നും പോലെയല്ല. പിന്നെ ദേ പൂമോളും ഷെമീറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിട്ടോ. ഷെമീറിൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഒരു കസിന്, അങ്ങനെ ഓല കൂടെ ഇരുത്തി. പിന്നെ ഇത് നമ്മളെ മാളിക്കുന്നിലെ ടീംസാണ്, പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, വീഡിയോസിൽ കണ്ട് എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാകും. പിന്നെ ഷിനാജിൻ്റെ ഫ്രണ്ട്സും ഓരോ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് ദം റൈസ്, ചിക്കൻ കടായി, പിന്നെ ബീഫ് സുർബിയാനിയും കൂടെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഈ ഒരു ഫുഡ് കണ്ടിട്ടാണ്, ഈ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് ഈ ആളെ കൊണ്ട് തന്നെ ഫുഡ് വെപ്പിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹൗസ് വാമിങ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ആ ഫുഡ് ഒട്ടും കൊള്ളൂലായിരുന്നു. അപ്പോൾ ഈ ഒരു ഫുഡ് വെച്ച ആളെ കൊണ്ട് തന്നെ വെപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റും അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഫുഡായിട്ടുണ്ടോ. പിന്നെ അങ്ങനെ ഫുഡുകളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്കും ആലപ്പുഴയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നവരെ സ്വീകരിച്ച് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന തിരക്കുകളൊക്കെ ആയിട്ട് ആ ഒരു ടൈമിൽ ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുള്ള ടൈമിൽ കളിച്ചിട്ടുണ്ടായില്ല കേട്ടോ. എല്ലാവരും പോയി ഏകദേശം ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ കയറി ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ കേക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഷിനാജിൻ്റെ ഫ്രണ്ട്സാണ് സെറ്റ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കല്യാണം പെട്ടെന്ന് തീർന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 മാസം 2 മാസം മുൻപേ നമ്മൾ പ്ലാനിങ്ങും അതിനുള്ള ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടത്തിയിട്ട് ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും പിരിയല്ലേ. പിന്നെ ഏകദേശം എല്ലാവർക്കും ഷിനാജിൻ്റെ ഫംഗ്ഷന് കൂടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിട്ടുണ്ടോ. കാരണം ദൂരെ ഉള്ളവർക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം നല്ല സെറ്റ് തന്നെയായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നമ്മളെ ഫാമിലിയിൽ അടുത്തൊരു ഫംഗ്ഷൻ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ സർപ്രൈസാണ്, നമ്മളിങ്ങനെ വഴിയെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമുണ്ട്. കാരണം ഈ വീഡിയോ മിസ്സായി എന്ന് വിചാരിച്ചാണ്. ഇത്രയും ഞാൻ ബുദ്ധിമുട്ടി എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയപ്പോൾ തന്നെ വലിയൊരു സമാധാനമായി. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ഫംഗ്ഷൻ്റെ വീഡിയോ ഞാൻ ഇതിൽ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.